വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ പ്രകാരം ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വേറൊരു കാര്യം, ഞാനിതിൽ ഫ്രണ്ട് എൻഡ് ചെയ്തിട്ട് അതിൻ്റെ കോഡ് ഗിറ്റബിൻ്റെ കോഡ് നിങ്ങൾക്ക് തരുന്നതാണ്. അത് നിങ്ങൾക്ക് ക്ലോൺ ചെയ്തെടുത്താൽ മതി. പക്ഷേ നിങ്ങൾക്കതിന് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കൂടെ ചെയ്യുന്ന വീഡിയോ ഫുള്ള് കണ്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്രണ്ട് എൻഡിൻ്റെ ലോജിക്കുകൾ നിങ്ങൾക്ക് കറക്റ്റായി വരുന്നതാണ്. നിങ്ങളൊരു പ്രൊഫഷണൽ റിയാക്ട് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കോഡ് ക്ലോൺ ചെയ്തെടുത്താൽ മതി. അല്ല, ബിഗിനേഴ്സാണ്, പഠിച്ചു ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ചെയ്ത് പോകുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം റിയാക്ട് വീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഇവിടെ കോപ്പി ചെയ്തിട്ട് ചെയ്യുന്നു. ഞാൻ അവിടെ റിയൽ എസ്റ്റേറ്റ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആ കമാൻഡ് ഇവിടെ പേസ്റ്റ് ചെയ്യണേ. npm ക്രിയേറ്റ് വീറ്റ് ലേറ്റസ്റ്റ്. ഓക്കെ, ഞാൻ ഇവിടെ പ്രൊജക്റ്റിന് ക്ലൈൻ്റ് എന്ന് കൊടുത്തു. നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്റ്റ് ആണ്, ജാവ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ഇനി cd ചേഞ്ച് ഡയറക്ടറി ക്ലൈൻറ്റിലോട്ട് നമ്മൾ പോയി npm i കൊടുത്തു. അപ്പോൾ npm ഇൻസ്റ്റാൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത്, ഈ പ്രൊജക്റ്റിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഒന്നും കട്ട് ചെയ്യും, ഒരു വീഡിയോയിൽ ഒരു പാർട്ട് പോലും ഞാൻ കട്ട് ചെയ്യത്തില്ല. എല്ലാ പ്രശ്നം വരുന്നത് എല്ലാം നിങ്ങളെ കൂടെ തന്നെ ആയിരിക്കും സോൾവ് ചെയ്യുന്നത്. ഇവിടെ പ്രശ്നങ്ങൾ എന്ത് വന്നാലും നിങ്ങളത് കാണുക, എങ്ങനെയാണ് ഒരു പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിൻ്റെ ഫുൾ സീരീസിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും അതെല്ലാം ലൈവായിട്ട് നിങ്ങൾ കാണുന്നതാണ്. അതെങ്ങനെ സോൾവ് ചെയ്യാൻ, അതിൻ്റെ ബഗ്ഗും പ്രശ്നങ്ങളെല്ലാം എങ്ങനെ തീർക്കുമെന്നും നിങ്ങൾ കാണുന്നതാണ്. നമുക്കിനി എന്ത് ചെയ്യണം, നമ്മൾ വീറ്റിൻ്റെ അകത്ത് നമ്മൾ റൗട്ടറൊക്കെ നമ്മൾ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യണം. റിയാക്ട് റൗട്ടർ ഡോം എന്ന് ഞാൻ സെർച്ച് ചെയ്ത്, ഓക്കെ, ഞാൻ അത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റാളിങ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ റിയാക്ട് വീറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ npm റൺ ഡെവ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, കൺട്രോള് അതിൻ്റെ അകത്ത് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, നമുക്കുള്ള റിയാക്റ്റിൻ്റെ ആപ്പ് റണ്ണായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ കൺട്രോൾ C ഞെക്കുമ്പോൾ ഇത് ക്ലോസ് ആവുന്നതാണ്. എന്നിട്ട് നമ്മൾ മൗസിലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾ V പ്രസ് ചെയ്യുക ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതോടെ കൊണ്ടുവരാൻ പറ്റും. എൻ്റർ കൊടുക്കുക. ഇപ്പോൾ റിയാക്ട് റൗട്ടർ ഡോം ഇത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നമുക്ക് എന്ത് ചെയ്യാനാണ്, നമുക്കുള്ള റൗട്ടുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമുക്കിനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഫോൾഡേഴ്സ് ഉണ്ടാക്കാം. ആദ്യം കമ്പോണൻസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ വേണം. രണ്ടാമത് നമുക്ക് പേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ വേണം. ഓക്കെ, പേജസ് നമുക്ക് എന്ത് ചെയ്യും, സോഴ്സിനകത്താണ് വരാനുള്ള. ഓക്കെ, ഇപ്പോൾ കമ്പോണൻസ് അതുപോലെ തന്നെ പേജസ്, ഈ രണ്ട് ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്കുള്ള റിയാക്ട് റൗട്ടർ ഡോം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പിൻ്റെ അകത്ത് കിടക്കുന്ന, ഈ ആപ്പ് JSXൻ്റെ അകത്ത് കിടക്കുന്ന അത് റിമൂവ് ചെയ്ത് കളയാം. ഇത് നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്, ടൈൽവിൻഡ് CSS. ഇതും കൂടെ നമുക്കിനി എന്ത് ചെയ്യാനുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഓക്കെ, ലോഡാവട്ടെ. ഓക്കെ, നമുക്ക് ആ പഴയ വെർഷൻ 3 പോവാം. നമുക്ക് വെർഷൻ 4 ബെറ്ററാണ്. ഞാൻ വെർഷൻ 3 പോണ്. കാരണം പലരും കംഫർട്ടായിട്ടുള്ളത് വെർഷൻ 3 അതുകൊണ്ട് തന്നെ വെർഷൻ 3 നമ്മൾ ഉപയോഗിക്കുന്നത്. 4ഉം 3ഉം തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. 4 ബെറ്റർ, പക്ഷേ 3ഉം ബെറ്ററാണ്. രണ്ടും ഏകദേശമൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരേ മോഡലിലുള്ളതാണ്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ രണ്ടും തമ്മിൽ വന്നിട്ടുള്ളൂ.
കാരണം ഞാൻ അത് മാറ്റം വരുത്തി ഇവിടെ നമ്മൾ ടൈൽവിൻഡിൻ്റെ എക്സ്റ്റൻഷൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് നമ്മളിപ്പോൾ എഴുതുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് കോഡ് എഴുതുന്ന സമയത്ത് നമുക്ക് 3ൽ വരുന്ന പോലെ അല്ല നമുക്ക് ഇതിൻ്റെ അകത്താണ് 4ൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് കോഡ് എഴുതാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ശരിയാവുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് 4 ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ വരുന്നു വീറ്റിൻ്റെ അകത്ത്. ഓക്കെ, ഇത് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മൾ ടൈൽവിൻ സീസം കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്നിട്ട് ആദ്യം നമുക്ക് ആ റൗട്ടർ ഒന്ന് സെറ്റ് ചെയ്യാം. ഇമ്പോർട്ട് ഫ്രം റിയാക്ട് റൗട്ടർ ഡോം ബ്രൗസർ റൗട്ട്. അപ്പം അതിനകത്ത് ഓക്കെ, ബ്രൗസർ റൗട്ടറിൻ്റെ അകത്തോട്ട് നമ്മൾ ആപ്പിനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതും കൊണ്ട് കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഡൊന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഇൻഡെക്സ് CSS ഇതിൻ്റെ അകത്ത് ആ ഒരു കമാൻഡ് ഇതാണ്ട് ഇത് നമുക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമുക്ക് ആപ്പ് CSS ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ നമുക്ക് ആപ്പ് CSS വിളിച്ചിട്ടില്ല. ഈ യൂസ് സ്റ്റേറ്റ് നമുക്ക് ഒഴിവാക്കാം. ഇനി നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻ JS6ൻ്റെ അകത്ത് ഓക്കെ 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 നമുക്കിവിടെ മെയിൻ JS6ൻ്റെ അകത്ത് നമ്മൾ ബ്രൗസർ റൗട്ടർ വിളിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ബാക്കി കാര്യം വിളിക്കാം. ഇമ്പോർട്ട് ഫ്രം റിയാക്ട് റൗട്ടർ ഡോം റൂട്ട്. ഇതിൻ്റെ അകത്ത് നമുക്കിനി എന്ത് ചെയ്യാം, റൗട്ട്സിൻ്റെ അകത്ത് റൗട്ട് വിളിക്കാം. അത് കഴിഞ്ഞ് പാത്ത് / അതിൻ്റെ അകത്ത് എലമെൻറ്റ്. നമ്മളിപ്പോൾ കമ്പോണൻ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, H1ൻ്റെ അകത്ത് എന്താണ് ഹോം എന്ന് ഞാൻ കൊടുക്കുന്നു. ഇവിടെ പാത്ത് പ്രോപ്പർട്ടി വിളിക്കുന്ന ടൈമിൽ ഇവിടെ പ്രോപ്പർട്ടി. നമുക്കിനി npm റൺ ഡെവ് കൊടുത്തൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഹോം വന്നിട്ടുണ്ട്. ഞാൻ ഈ / ഇട്ട് പ്രോപ്പർട്ടി വിളിക്കുമ്പോൾ പ്രോപ്പർട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ റൗട്ടർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ബേസിക് ഡിസൈനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മളിപ്പോൾ എന്താണ്, ഇത് ഫുൾ ഡിസൈനിലല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ലോജിക്കും മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ബാക്ക് എൻഡും കൂടെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ബേസിക്കായിട്ട് ഈ ഒരു ഡിസൈനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഇത് റെസ്പോൺസീവ് ആക്കാൻ, എൻ്റെ ഡിസൈൻ ഇത്ര ബെറ്റർ ആക്കാൻ നോക്കാം. നിലവിൽ ഇപ്പം നമുക്ക് ഈ ഒരു ഡിസൈൻ്റെ അകത്ത് പോകുന്നതാണ് ബെറ്റർ. അപ്പം നമുക്ക് കമ്പോണൻസിൻ്റെ അകത്ത് വന്ന് ഫസ്റ്റ് കമ്പോണൻ്റായ navbar .jsx റിയാക്ട് ഓക്കെ, റിയാക്ട് കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്കിനി വന്നിട്ട് ഹോം പേജ് ക്രിയേറ്റ് ചെയ്യാം .jsx. ഇവിടെ നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, ഡിവ് മാറ്റി നമ്മളുടെ കമ്പോണൻ്റ് വിളിക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്രാഗ്മെൻറ്റ് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് navbarനെ വിളിക്കാം. എന്നിട്ട് app.jsxൻ്റെ അകത്ത് വന്നിട്ട് നമുക്കിവിടെ ഹോം പേജിനെ വിളിക്കാം.
ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ സംസാരത്തിലോ രീതിയിലോ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. ഞാൻ വളരെ നോർമലായി ഞാൻ എങ്ങനെയാണോ ഞാൻ കോഡ് എഴുതുന്നത് ആ ഒരു സ്ട്രക്ചറിലാണ് ഞാൻ പോകുന്നത്. വേറെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ആ ഡിസൈൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഈ വീഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റം എൻ്റെ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അത് മാറ്റം വരുത്തുന്നതാണ്. ഓക്കെ, ഇനി ഓക്കെ ഇവിടെ നാവ് ബാറിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നാവ് ബാറിൻ്റെ അകത്തൊരു H1 ഇട്ടിട്ട് നാവ് ബാറെന്ന് ഞാൻ കൊടുത്തു. ഓക്കെ ഓക്കെ നാവ് ബാർ വന്നു. അപ്പം നാവ് ബാർ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നാവ് ബാറിൽ വരുന്നു ഡിവിന് ക്ലാസ് നെയിം വിഡ്ത്ത് 100% കൊടുത്തു. ഹൈറ്റ് ഒരു 12 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ഓക്കെ ഒന്ന് ലോഡ് ആവട്ടെ. ഇവിടെ ഞാൻ ഇപ്പം നമ്മൾ ടൈൽവിൻ്റെ സീസസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താണ്, സ്റ്റാർട്ടായില്ലായിരുന്നു. അല്ല നിങ്ങൾക്ക് ആ പ്രശ്നം വരത്തില്ല, ചില സമയത്ത് ചില കമ്പ്യൂട്ടറിൻ്റെ അകത്ത് മിസ്റ്റേക്ക് വരാറുള്ളൂ. ഓക്കെ ടൈൽവിൻ്റെ CSS ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 3 സ്റ്റാർട്ട്. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ടൈം സീസ് റണ്ണോ ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ റണ്ണാവുന്നുണ്ട്. ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്യാണ്. VS കോഡ് മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും VS കോഡ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ npm റൺ ഡെവ് കൊടുത്തു. സോറി നമ്മൾ ക്ലയൻറ്റിലോട്ട് പോകണം. നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ക്ലയൻറ്റിൽ പോകണം. ക്ലയൻറ്റ് അതുപോലെ npm റൺ ഡെവ് ഞാൻ കൊടുത്തു. ഓക്കെ നമ്മുടെ ആപ്പ് ഒന്ന് റണ്ണായി വരട്ടെ. ഓക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സജഷൻസ് വരുന്നുണ്ടാന്ന്. ഓക്കെ ഇപ്പോൾ സജഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 100 കൊടുക്കാം. ഓക്കെ ഇനി നമുക്ക് ഈ H1ൻ്റെ അകത്ത് ഞാനിവിടെ റിയൽ എസ്റ്റേറ്റ് എന്ന് ഞാൻ കൊടുത്തു. ഇനി നമുക്കിവിടെ ഫ്ലെക്സ് കൊടുക്കാം. ഫ്ലെക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ പാഡിങ് പാഡിങ് ലെഫ്റ്റും റൈറ്റും ഒരു 25 px നമുക്ക് കൊടുത്തു നോക്കാം. പിന്നെ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ഇവിടെ ക്ലാസ് നെയിം ടെക്സ്റ്റ് 1.7 റെം വാല്യൂയിലോട്ടാക്കാം. ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഇപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് നമ്മളെ ഫോണ്ട് മീഡിയം വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചുമ്മാ ഒരു ഡിവ്, ആ ഡിവിന് വിഡ്ത്ത് 45 px നമുക്ക് മാറ്റം വരുത്താം. ഹൈറ്റും 45 px ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ 400 കൊടുത്തു. റൗണ്ടഡ് ഫുൾ കൊടുത്തു. നമ്മൾ എന്താണ് നമ്മളെ 4 നമ്മൾ ടൈൽവിൻ സീസണിൻ്റെ 4 വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കാണിക്കുന്നത് വേറൊരു സ്ട്രക്ചറിൽ തന്നെ മാറും. നമുക്ക് ഈ ബോർഡർ റേഡിയസ് ഒക്കെ സെലക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇപ്പം ഈ പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ ഇത് ഉപയോഗിച്ചത്. ഓക്കെ ഇവിടെ 45 സൈസ് കൂടിപ്പോയി. 40 ആക്കാം. നമുക്ക് 45 40 ആക്കി വെക്കാം. ഓക്കെ ഇത് ധാരാളം. ഇനി നമുക്ക് ഈ ഒരു മെയിൻ പേജാണ്
ഉള്ള. അപ്പോൾ ഈ മെയിൻ പേജിൻ്റെ അകത്ത് മെയിൻലി ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ്, പാരഗ്രാഫ്, പിന്നെ പ്രോപ്പർട്ടി സെർച്ച് ചെയ്യാനുള്ള ഒരു ഇതും. നമുക്കിനി main.jsx ഫയൽ ക്രിയേറ്റ് ചെയ്യാം. RFC ഇതിൻ്റെ അകത്ത് ഞാൻ ക്ലാസ് നെയിം ഇട്ടിട്ട് വിഡ്ത്ത് 100%, ഹൈറ്റ് 88 വ്യൂ പോർട്ട് ഹൈറ്റും ഞാൻ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് 200 കൊടുക്കാം മനസ്സിലാവാൻ വേണ്ടി. ഇവിടെ നമുക്ക് ഹോം പേജിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ആ ഒരു കമ്പോണൻറ്റും വിളിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം എന്താണ് നമ്മളെ മെയിനും വന്നിട്ടുണ്ട്. ഇനി സാധാരണ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നതിന് ബെറ്റർ ഇപ്പം നമ്മൾ നിലവിൽ ഇത് കൊടുത്താൽ മതി, നമുക്ക് ഫ്യൂച്ചറിൽ ഇത് മാറ്റം വരുത്താം. H1 അകത്ത് നമുക്ക് ഞാൻ ഈ ടെക്സ്റ്റ് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ബ്രേക്ക് കൊടുക്കാം. താഴെ വരാൻ വേണ്ടിയാണ് ബ്രേക്ക് കൊടുക്കുന്നത്, നിങ്ങൾക്കത് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ബ്രേക്ക് കൊടുക്കണ്ട, അതിന് നമുക്കൊരു വിഡ്ത്ത് വെച്ച് അറേഞ്ച് ചെയ്യാം. ഒരു ഡിവ്. ഓക്കെ, ഇപ്പം ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സ്. അപ്പോൾ എല്ലാം നിരന്ന് വരും. അപ്പോൾ ഫ്ലെക്സ് ഡയറക്ഷൻ നമുക്ക് കോളാക്കണം. അപ്പോൾ താഴെ വരും. ഇനി നമുക്ക് ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്ററിലാക്കണം. സെൻറ്ററിലോട്ട് വരും. പാഡിങ് എക്സ് നമുക്കൊരു 50 VX കൊടുക്കാം. പാഡിങ് എക്സ് നമുക്കൊരു 50 PX ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ വന്ന് ലെഫ്റ്റിലോട്ടൊന്ന് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് H1 ക്ലാസ് നെയിം ഇട്ട് ടെക്സ്റ്റ് 2 rem കൊടുത്തു നോക്കാം. സൈസ് നമുക്ക് നോക്കാം. ഓക്കെ, 2 മാറ്റി നമുക്കൊരു 3 കൊടുത്തു നോക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പാരഗ്രാഫിൽ വന്നിട്ട് ക്ലാസ് നെയിം എടുത്ത് വിഡ്ത്ത് നമുക്കൊരു 50% കൊടുത്തു നോക്കാം. ഓക്കെ, ഇപ്പം പാരഗ്രാഫും അറേഞ്ച് ആയിട്ടുണ്ട്. പാരഗ്രാഫിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം, അത് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ടൈമിൽ. ഇപ്പോൾ ഈ പാരഗ്രാഫും മതി. ഇനി ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഡിവിന് ഞാൻ ഫ്ലെക്സ് കൊടുക്കുന്നു. ഫ്ലെക്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ ആദ്യം നമുക്ക് ഇതിൻ്റെ അതൊരു ഇൻപുട്ടും വേണം, പിന്നെ ഒരു ബട്ടണും വേണം. സെർച്ച് എന്ന് പറഞ്ഞ ബട്ടൺ. ഞാൻ ഐക്കണൊന്നും കൊടുക്കുന്നില്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഫ്ലെക്സ് ഗ്യാപ്പ് 2 കൊടുത്തു. വിഡ്ത്ത് നല്ലൊരു 50%, ഒരു 40% കൊടുക്കുകയാണ്. ഇൻപുട്ടിലോട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ക്ലാസ് നെയിം ഹൈറ്റ് ഇൻപുട്ടിൻ്റെ ഒരു 40 VX നമുക്ക് കൊടുക്കാം. വിഡ്ത്ത് ഒരു 80% നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുക്കാം. ബോർഡർ നമുക്ക് വേണ്ട, ഇൻപുട്ടിനൊരു ഡിഫാൾട്ട് ബോർഡർ ഉണ്ടല്ലോ, ബോർഡറും വേണ്ട, നമുക്ക് ഔട്ട്ലൈനും വേണ്ട. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയും വന്നിട്ടുണ്ട്, മതി, ധാരാളം. നമുക്കിനി മാർജിൻ ടോപ്പ് കൊടുക്കാം. 2 മോളിൽ നിന്ന് നമുക്ക് ഇത്തിരിയോടെ ഒന്ന് താഴോട്ടാക്കാം. നമ്മൾ ഇൻപുട്ടിന് ഇത്തിരിയും കൂടെ സൈസ് കൂടിയാലോ എന്ന് തോന്നുന്നുണ്ട്. ഒന്ന് 45 കൊടുത്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ കൊള്ളാം. ഇനി നമുക്ക് റൗണ്ടഡ് റേഡിയസ് കൊടുക്കണ്ടേ, അപ്പോൾ റേഡിയസ് നമുക്ക് XL ഒന്ന് കൊടുത്തു നോക്കാം. XL വേണ്ട, LG തന്നെ മതി, ലാർജ് മതി. ഓക്കെ, നമുക്കിത് മതി. ഇനി നമുക്കിതിൻ്റെ അകത്ത് പ്ലേസ് ഹോൾഡറിൽ എഴുതണം സെർച്ച് യുവർ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമുക്കൊരു പാഡിങ് ലെഫ്റ്റ് കൊടുക്കാം. കാരണമേ ഈ ടെക്സ്റ്റ് അങ്ങ് ചേർന്ന് നിൽക്കുകയല്ലേ, നമുക്കതൊന്ന് ലെഫ്റ്റിലോട്ട് മാറ്റാം. പാഡിങ് ലെഫ്റ്റ് ഒരു 15 VX കൊടുത്തു നോക്കാം. ഓക്കെ, പാഡിങ് ലെഫ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർച്ച് ബട്ടൺ ഞാൻ ക്ലാസ് നെയിം ഇട്ടിട്ട്
പാഡിങ് എക്സ് ഒരു 6 px കൊടുത്തു. ഹൈറ്റ് പാഡിങ് എക്സ് ലെഫ്റ്റ് റൈറ്റും ഇല്ല, നമുക്ക് ഹൈറ്റ് നമുക്ക് മറ്റേതിൻ്റെ അതേ ഹൈറ്റ് തന്നെ കൊടുക്കാം. അത് 45 px. റൗണ്ടഡ് ലാർജ് തന്നെ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ 400 കൊടുത്തു നോക്കാം. ഓക്കെ, മതി. അപ്പോൾ നമുക്കുള്ള ഹോം പേജ് റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ളൂ. ഇവിടെ വരുന്നു. ഇപ്പം ഞാനിവിടെ എന്തെങ്കിലും ഇപ്പം കൊല്ലം എന്ന് സെർച്ച് ചെയ്യുമ്പം കൊല്ലത്തുള്ള പ്രോപ്പർട്ടീസ് എല്ലാം എനിക്ക് ലിസ്റ്റ് ആവുന്നതാണ്. പാഡിങ് എക്സ് 6 മാറ്റി ഒരു 8 ആക്കാം. ഓക്കെ, ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്. നമ്മളെ മെയിൻ പേജും അപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഉണ്ടാക്കാനുള്ളത് നമ്മൾ ഈ പ്രോപ്പർട്ടി ഈ ഒരു പേജാണ്. അപ്പം നമുക്ക് ഇനി ആ പേജ് ഉണ്ടാക്കാം. പ്രോപ്പർട്ടി .jsx RFC. ഇനി നമുക്ക് മെയിനിൻ്റെ അകത്ത് ഹോം പേജിൻ്റെ അകത്ത് വന്നിട്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്ന പേജ് കമ്പോണൻറ്റ് ഞാൻ വിളിച്ചു കൊടുത്തു. ഇനി നമ്മളെ പ്രോപ്പർട്ടി കമ്പോണൻറ്റിന് നമുക്ക് ആദ്യം ക്ലാസ് നെയിം വിഡ്ത്ത് 100% കൊടുത്തു. മിനിമം ഹൈറ്റ്, അതായത് മിനിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഡിവിന് ഹൈറ്റ് ഓട്ടോമാറ്റിക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹൈറ്റ് 0 ആയിരിക്കും. എന്തെങ്കിലും കമ്പോണൻറ്റ് വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് കൂടി വരുന്നതായിരിക്കും. പക്ഷേ മിനിമം ഹൈറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മിനിമം ഹൈറ്റ് 100 VH ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കമ്പോണൻറ്റ് വരുമ്പം ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് അഡ്ജസ്റ്റ് ആവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ചുമ്മാ ഞാൻ ഇവിടെ നമ്മളിപ്പോൾ പ്രോപ്പർട്ടീസ് ഒരുപാട് വരുന്നതനുസരിച്ച് ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവണം. അപ്പം ഞാൻ എന്താണ് ഇപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? എനിക്കിവിടെ ഒന്നും കാണത്തില്ല. അതാണ് താഴെ ലിസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? പ്രോപ്പർട്ടി ഇല്ലെങ്കിലും ഒരു ഹൈറ്റ് നമുക്ക് വേണം. അതിനൊരു മിനിമം ഹൈറ്റ് വേണം. അത് കഴിഞ്ഞ് പിന്നെ പ്രോപ്പർട്ടി കൂടുന്തോറും ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് കൂട്ടട്ടെ. പക്ഷേ എന്നാലും ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിനൊരു മിനിമം ഹൈറ്റ് വേണം. അപ്പം മിനിമം ഹൈറ്റ് ഞാൻ ഒരു 100 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു ഹൈറ്റ് വന്നേക്കുന്ന. 400 മാറ്റി നമുക്ക് 100 ആക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഹൈറ്റ് ഓട്ടോയും കൂടെ, അതായത് മിനിമം ഇപ്പം 100 VH കഴിഞ്ഞ് വീണ്ടും പ്രോപ്പർട്ടീസ് ഒരുപാട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് ഇൻക്രീസായി വരണം. അപ്പം നമുക്ക് ഇനി ആദ്യം ഇതിന് ഒരു പാഡിങ് കൊടുക്കണം. 50 px നമുക്ക് കൊടുത്തു നോക്കാം. ആദ്യം ഞാൻ 50 px കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ഡിസൈൻ ചെയ്ത് നോക്കാം. ഒരു പ്രോപ്പർട്ടി, പിന്നെ 3 കണ്ടൻറ്റ്. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ H1ൻ്റെ അകത്ത് പോയിട്ട് അവർ പ്രോപ്പർട്ടി എന്ന് കൊടുത്തു. പ്രോപ്പർട്ടീസ് ഒന്നും ആക്കാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി മതി, അതാണ് ബെറ്റർ. ഒരു ഡിവ് ഇട്ടു. അതിനകത്ത് ഞാൻ ഫ്ലെക്സ് ഗ്യാപ്പ്, അതിൻ്റെ അകത്ത് ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ഗ്യാപ്പ് 2 കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തൊരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. പാഡിങ് എക്സ് 10 px, പാഡിങ് വൈ 5 px, പിന്നെ റൗണ്ടഡ് ലാർജ്, ബാക്ക്ഗ്രൗണ്ട് 400. അതിൻ്റെ അകത്ത് നമുക്ക് ഓള്, പിന്നെ ഞാൻ എന്തൊക്കെയാണ് കൊടുത്തിരുന്നേ? കൊല്ലം കൊച്ചി. ഓക്കെ, ഇതുപോലെ വന്നിട്ടുണ്ട്. കളർ എത്രയും കൂടെ ഒന്ന് ലൈറ്റ് ആക്കാം. 400 മാറ്റി. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് മാറ്റം വരുത്തുന്നതാണ്. നമ്മൾ എന്താണ് ഈ രീതിയിൽ എഴുതുന്ന ഒരു സ്ട്രക്ചറല്ല. നിങ്ങൾക്ക് സ്ട്രക്ചറിൽ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് നമ്മളൊരു സ്ട്രക്ചറിൽ എഴുതണമെന്ന് കാണിച്ചതാണ്. ലൈക്ക് എന്താ പറയുക, കാറ്റഗറി എന്നോ അല്ലെങ്കിൽ ടാഗ്സ് എന്ന് കൊടുക്കാം. അറേ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് വേണ്ട, ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഇതിൻ്റെ അത് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട്
ഓൾ കൊല്ലം കൊച്ചി ഇനി എത്ര ഉണ്ടെങ്കിലും ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം അങ്ങ് ഒഴിവാക്കുക. ഒരു കർലി ബ്രാക്കറ്റ് ഇടുക. നമുക്ക് അതിനു മുമ്പ് ഇതൊന്ന് കോപ്പി ചെയ്ത് വെക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും എഴുതേണ്ടിയിരുന്നു. ഇത് നമുക്ക് മാറ്റാൻ കേട്ടോ. മാറ്റണതിന് മുമ്പ് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് വിളിച്ചിട്ട് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു കോഡ് നമുക്ക് വേണം. നമുക്ക് എന്നിട്ട് ടാഗ്സ് ഡോട്ട് മാപ്പൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾ പഠിച്ചതാണ്. വാല്യൂ എന്ന് നിങ്ങൾക്ക് എന്ത് പേര് ഇവിടെ കൊടുക്കാം. റിട്ടേൺ. ഞാൻ നേരെ ഇതിൽ നിന്ന് ഒരു ഡിവിൻ്റെ അത് വിളിച്ച് കൊടുക്കുന്നു. എന്നിട്ട് കർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഞാൻ വാല്യൂ വിളിക്കുന്നു. എന്നിട്ട് ഇത് മൊത്തം അങ്ങ് ഒഴിവാക്കുന്നു. ഇപ്പം എന്ത് ചെയ്യും? സാധനം എല്ലാം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? നമുക്ക് കുറച്ച് കോഡ് എഴുതിയാൽ മതി. അതിൽ ഇനി എത്ര ടാഗ്സ് ആഡ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതാണ്. ഇതാണ് ഒരു സ്ട്രക്ചറിൽ നമ്മൾ റിയാക്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് കോഡ് കുറയ്ക്കാനും ഏറ്റവും എഫിഷ്യൻ്റ് ആക്കുന്നതിന് വേണ്ടിയല്ലേ. അപ്പോൾ ഇതാണ് ആ രീതി. അപ്പോൾ ഇതുപോലെ നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ വന്നിട്ട് നമ്മൾ എല്ലായിടത്തും പോയി ചേഞ്ച് ചെയ്യണ്ട, ഇവിടെ വന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. ഒരു 300 ആക്കി നോക്കാം അല്ലേ. ഓക്കെ. ഇനി നമ്മളെ പ്രോപ്പർട്ടി ഇവിടെ ഞാൻ ക്ലാസ് നെയിം ടെക്സ്റ്റ് 1.8 റെം ഞാൻ കൊടുത്തു. ഫോണ്ട് നമുക്ക് മീഡിയം കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് മാർജിൻ വൈ കൊടുക്കാം. ടോപ്പും ബോട്ടവും ഒരു 4 കൊടുക്കാം. ഇവിടെ പാഡിങ് എക്സ് നമ്മൾ 50 പീക്സ് കൊടുത്താൽ ബാധിച്ചില്ലേ? ഓക്കെ, പാഡിങ് എക്സ് അല്ലല്ലോ, നമുക്ക് പാഡിങ് മൊത്തത്തിലല്ലേ 50 പീക്സ് വരാനുള്ള. ഓക്കെ, ഇവിടെ 50 പീക്സ് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. നമുക്കിവിടെ 4 മാറ്റി 2 കൊടുത്തു നോക്കാം. പ്രോപ്പർട്ടിക്ക് 8 മാറ്റി നമുക്ക് 2 റം തന്നെ ആക്കാം. ഓക്കെ. പ്രോപ്പർട്ടിയുടെ സൈസ്, ടെക്സ്റ്റിൻ്റെ സൈസ് കുറഞ്ഞ പോലെ തോന്നുന്നു. 2.3 കൊടുത്തു നോക്കാം. 2.1 വല്ലോ മതി, അതാണ് ധാരാളം. ടാഗ്സിന് 7 മതി. ഓക്കെ, ഇത് മതി ധാരാളം. നിലവിലിപ്പോൾ ഇത് മതി. ഇനി നമുക്ക് നമ്മളെ പ്രോപ്പർട്ടീസിൻ്റെ ഡിവാണിത്. ഫ്ലെക്സ് റാപ്പ്. അതിൻ്റെ അകത്ത് തന്നെ ഇനി ഗ്യാപ്പ് 2 വേണം. വിഡ്ത്ത് 100% എടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്നതിന്. ഇതിൻ്റെ അകത്ത് നമുക്കിനി എന്ത് ചെയ്യാം? ആ കാർഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, നമുക്ക് ആദ്യം കാർഡിനൊരു ബാക്ക്ഗ്രൗണ്ട് 200 കൊടുത്തിട്ടുണ്ട്. പാഡിങ് അകത്തെല്ലാം ഒരു 10 VX വേണം. ഒരു റൗണ്ടഡ് നമുക്ക് റേഡിയസ് വേണ്ടേ, റൗണ്ടും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിന് വിഡ്ത്ത് ഞാനൊരു 250 ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഓക്കെ, 250 മാറ്റി ഒരു 270 ആക്കി നോക്കാം. 300 തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇമേജിനൊരു ഡിവ്. ആ ഡിവ് നമ്മൾ മാറ്റി അവിടെ ഇമേജ് ആക്കുന്നതാണ്. നിലവിൽ നമുക്ക് അവിടെ ഡിവ് അങ്ങ് കൊടുക്കാം. ഇപ്പോൾ ഇമേജ് ഒന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ ഇമേജ് ഇപ്പം നോക്കിയിട്ടില്ലായിരുന്നു. ഈ ഡിവ് മാറ്റി നമ്മൾ ഫ്യൂച്ചറിൽ ഇമേജ് ആക്കുന്നതാണ്. ആ സൈസും വിഡ്ത്തും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു. വിഡ്ത്ത് 100% കൊടുക്കാം. ഹൈറ്റ് ഒരു 200 കൊടുത്തു നോക്കാം. എന്നിട്ട് റൗണ്ടഡ് മീഡിയം ബാക്ക്ഗ്രൗണ്ട് അത് കൊടുത്തു നോക്കാം. ഓക്കെ, പ്രോപ്പർട്ടിയുടെ ഹൈറ്റ് ഇത്രയും വരുന്നതാണ്. 200 വേണ്ട, ഒരു 160 170 കൊടുത്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് കാണിക്കാനുള്ള, ആ പ്രോപ്പർട്ടിയുടെ പേര്, പിന്നെ അതിൻ്റെ ലൊക്കേഷൻ, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, പ്രൈസിങ് റേഞ്ചും ബട്ടനും.
അപ്പം നമുക്കിനി അതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ H1ൻ്റെ അകത്ത് ആദ്യം പ്രോപ്പർട്ടിയുടെ പേര്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തുകൊണ്ടോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡെമ്മി ഡാറ്റയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് പ്രോപ്പർട്ടി വരുന്ന ലൊക്കേഷൻ ഞാൻ ഒന്ന് കോപ്പി ചെയ്തു, അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള ചെറിയൊരു പാരഗ്രാഫ് അതും നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വരേണ്ടത് ഈ പ്രോപ്പർട്ടിയുടെ പ്രൈസിങ്ങും കാര്യമാണ്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഇനി ബട്ടനാണ് നമുക്ക് വരുന്നത്, ബുക്ക് എൻക്വയറി. ആ ബട്ടന് ഇതും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വന്ന് ഓരോന്നായിട്ട് ഡിസൈൻ ചെയ്യാം. ആദ്യം നമ്മുടെ ക്ലാസ് നെയിം ഇട്ടിട്ട് മാർജിൻ ടോപ്പ് 1 കൊടുത്തു, ടെക്സ്റ്റ് 1.3 റെമ്മാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഫോണ്ട് സെമി ബോൾഡ് വേണ്ട, മീഡിയം മതി, മീഡിയം കൊടുത്തു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത നമ്മളെ പാരഗ്രാഫ്, ഈ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ ഡിസ്ക്രിപ്ഷൻ, അത് നിങ്ങൾ ലോറം വല്ലോ നിങ്ങൾ ഇട്ടാൽ മതി, നമുക്കത് ഫ്യൂച്ചറിൽ മാറ്റാം. ടെക്സ്റ്റിൻ്റെ സൈസ് 0.9 റെം കൊടുത്തു. ടെക്സ്റ്റ് ഗ്രേ 200 കൊടുത്തു നോക്കാം. കാണത്തില്ല, 200 മാറ്റി ഒരു 800 കൊടുത്തു നോക്കാം. ഓക്കെ. ഇനിയും ഒന്ന് ചെറുതാക്കാൻ നോക്കാം. 9 മാറ്റി നമുക്ക് 8 ആക്കി നോക്കാം. ഓക്കെ. ഇനി നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രൈസ് നമ്മളിവിടെ ഏത് കളറാണ് കൊടുത്തിരുന്ന, ഒരു പച്ച കളറാണല്ലേ, നോക്കാം. ക്ലാസ് നെയിം ടെക്സ്റ്റ് ഗ്രീൻ 500, 600. ഇവിടെ ഒന്ന് സൈസ് ഒന്ന് കൂട്ടാം. ടെക്സ്റ്റ് 1.2 റെം വാല്യൂലോട്ട് മാറ്റാം. ഓക്കെ, നമ്മൾ ഇത്രയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഈ ഡിവിന് ഒരു മാർജിൻ ടോപ്പ് കൊടുക്കാം. ടോപ്പിൽ അത്ര അങ്ങ് ചേർന്ന് നിൽക്കണ്ട. ഓക്കെ, ഇതോടെ മാർജിൻ ടോപ്പ് 2 ഒരു 4 കൊടുത്തു നോക്കാം. ഓക്കെ, മാർജിൻ ടോപ്പിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺ, അതിനൊന്ന് ക്ലാസ് നെയിം ഇട്ടിട്ട് വിഡ്ത്ത് 100% കൊടുത്തു. പാഡിങ് വൈ നമുക്കൊരു 7px കൊടുക്കാം. റൗണ്ടഡ് നമുക്കൊരു മീഡിയം കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ 400 ഞാൻ കൊടുത്തു. ഓക്കെ, നമുക്കുള്ള ബട്ടൺ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. മാർജിൻ ടോപ്പ് ബട്ടൺ ഒരു 2 കൊടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ പ്രോപ്പർട്ടി കാർഡ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഇവിടെ പ്രോപ്പർട്ടി ഇമേജ് കാണിക്കും, അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ പേര് എന്താണ്, ഒരു പേര് കാണുമല്ലോ, ആ പേര്, ലൊക്കേഷൻ, അതിനെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എത്ര വരുമെന്നും, പിന്നെ ബുക്ക് എൻക്വയറിക്കുള്ള ബട്ടനും. ഇനി നമുക്ക് നമ്മുടെ ഫൂട്ടർ സെറ്റപ്പ് ചെയ്യാം. സിമ്പിളാണ്. ഫൂട്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നിങ്ങൾ വീഡിയോ നോക്കണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് ചെയ്താൽ മതി. ഫൂട്ടർ .jsx RFC, അതിൻ്റെ അകത്ത് ഞാൻ ക്ലാസ് നെയിം ഇട്ടിട്ട് വിഡ്ത്ത് 100% ഞാൻ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഞാൻ ഒരു 10 വ്യൂ പോട്ട് ഹൈറ്റ് കൊടുക്കാം നമുക്ക്. അതിൻ്റെ ഫ്ലെക്സ്, ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ, ഐറ്റംസ് സെൻറ്റർ. ഇനിയൊന്നുമില്ല. ഇനി നമുക്ക് ഒരു പി ടാഗിൻ്റെ അകത്ത് ഇത് നമുക്ക് വിളിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് 300, എന്നിട്ട് ഇവിടെ ഞാൻ ഫൂട്ടർ കൊടുക്കുകയാണ്. ഫൂട്ടർ ഞാനിവിടെ കൊടുത്തു.
ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ ഫൂട്ടർ ഇവിടെ വന്നിട്ടുണ്ട്. ഫൂട്ടറിന് ഒരു ഹൈറ്റ് ഇത്തിരിയും കൂടെ കൂട്ടിയാലാന്ന് തോന്നുന്നു. ഒരു 13 വ്യൂ പോർട്ട് ഹൈറ്റ് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൂട്ടർ. ഏകദേശം ഒരു ബേസിക് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേജാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള. ബാക്കി പേജുകൾ നമുക്ക് നാളത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യും. ഇന്നത്തെ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഞാൻ ഒരു 30-40 മിനിറ്റിനുള്ളിൽ ഒതുക്കാനാണ് ഓരോ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇനി വീഡിയോസ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, എന്തെങ്കിലും കമൻറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പേഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അവർക്കും ബെറ്റർ ആയിരിക്കും, എനിക്കും നല്ലതായിരിക്കും. താങ്ക്